ഇനി പിക്സൽ ആപ്പിന്റെ യൂസിനെ പറ്റി പറയാം. ഇന്ന ഫോട്ടോസ് വിത്തൗട്ട് കോപ്പിറൈറ്റ് ഇമേജസ് ആണ്. ഇവിടെ തമ്പനയിൽ സെറ്റ് ചെയ്യേണ്ട സൈസ് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അഡോബ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആപ്പ്, അവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോണ്ട് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന തമ്പനയിൽ പുതിയൊരു മെത്തേഡാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നം കാണും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒത്തിരി പുതിയ ക്രിയേറ്റേഴ്സ് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ചേച്ചി എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന് തമ്പനെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമുക്ക് വീഡിയോസിന് ഇംപ്രസീവായിട്ടുള്ള തമ്പനെയിൽ സെറ്റ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ ആപ്സാണ് ഉപയോഗിക്കുന്നതെന്നും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, യൂട്യൂബ് ഇംപ്രഷൻ ത്രൂ ക്ലിക്കിലൂടെ റെക്കമെൻഡ് നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇംപ്രസീവായിട്ടുള്ള ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഇംപ്രസീവായിട്ടുള്ള ഒരു തമ്പനെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് പോലെ ഒന്ന് ഇൻഷോട്ടും 2 പിക്സൽ ആപ്പും. ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി പിക്സൽ ആപ്പിൻ്റെ യൂസിനെ പറ്റി പറയാം. പിക്സൽ ആപ്പിൽ നിന്നാണ് നമ്മുടെ വീഡിയോസിൻ്റെ തമ്പനെയിലിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് വിത്തൗട്ട് കോപ്പിറൈറ്റ് ഇമേജസ് ആണ്. അതുകൊണ്ട് ഇനി ആ ഒരു പേടി വേണ്ട, ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോസിന് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന സെർച്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമായത് യൂട്യൂബ് തമ്പനെയിൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് PNG എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ നിന്നും ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിൻ്റെ സൈസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ നിങ്ങളുടെ സൈസ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഷോട്ടിലേക്ക് പോവാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും, അതിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ വരുന്ന ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോൺ ഗാലറിയിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സൈഡിലായി കാണുന്ന ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ തമ്പനെയിൽ സെറ്റ് ചെയ്യേണ്ട സൈസ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. അപ്പോൾ 16:9 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മുടെ തമ്പനെയിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഐഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത് പോലെ അഡോബ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഉപയോഗിക്കാം. ഞാനിവിടെ കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഫോട്ടോയുടെ ഇംപ്രഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സെലക്ട് ചെയ്ത തമ്പനെയിലിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തമ്പനെയിലിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹൗ ടു എഡിറ്റ് തമ്പനെയിൽ എന്നിവിടെ കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ടെക്സ്റ്റിന് കുറച്ചുകൂടെ അട്രാക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിന് കളർ ചേഞ്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന കളർ കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടെക്സ്റ്റിന് ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ബോർഡർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് റേഷ്യോ കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കിവിടെ കൊടുക്കാം. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഫോണ്ട് ഇവിടെ കാണാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി സൈഡിൽ കാണുന്ന ടിക്ക് ക്ലിക്ക് ചെയ്യാം. ഇനിയും നിങ്ങളുടെ തമ്പനെയിലിന് ഇംപ്രഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ലോഗോസ്, ഇമോജീസ്, ടെംപ്ലേറ്റ്സ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് വീണ്ടും പിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പിക്സൽസിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന കുറച്ച് യൂട്യൂബിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലൊരു ഫോൾഡറാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്. കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇവിടെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സ്റ്റിക്കർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കർ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ലോഗോ, ടെംപ്ലേറ്റ്സ്, ഇമോജീസ്, സ്റ്റിക്കേഴ്സ് ഇതൊക്കെ പിക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി നിങ്ങൾക്ക് പിക്സൽ ആപ്പോ ഇൻഷോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിക്സൽ ആപ്പിൻ്റെയും ഇൻഷോട്ടിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന തമ്പനെയിൽ ഇനിയും ഫോട്ടോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസോ ഇമോജീസോ ലോഗോസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തമ്പനെയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള തമ്പനെയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയും നമ്മുടെ തമ്പനെയിൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷോട്ടിൽ തന്നെ പല ഓപ്ഷൻസും ഉണ്ട്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡെയിലി ഇതിങ്ങനെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനെ പറ്റിയും ഒരു ഐഡിയ കിട്ടും. ആ രീതിയിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് ഉപയോഗിച്ചിരിക്കുന്ന തമ്പനെയിൽ പുതിയൊരു മെത്തേഡാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 100 കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.